നമസ്കാരം, തടായി ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ചൂട് കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ചൂടുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങളും അതനുസരിച്ച് കൂടി വരുന്നുണ്ട്. ഔദ്യോഗിക മുന്നറിയിപ്പ് എന്നുള്ള തരത്തിലാണ് പ്രചാരണങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഇതാ ചൂടുമായി ബന്ധപ്പെട്ട് സിവിൽ ഡിഫൻസ് എന്ന പേരിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളിൽ വഞ്ചിതരാകരുതെന്ന് അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇത്തരം വ്യാജ പ്രചാരണങ്ങളും ദുരന്ത നിവാരണ നിയമം 2005 സെക്ഷൻ 54 അനുസരിച്ച് ശിക്ഷാർഹമാണ്. ഏപ്രിൽ 29 മുതൽ മെയ് 12 വരെ താപനില 45 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ ഉയരുമെന്നും തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുതെന്നും ചൂടുമൂലം മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിക്കാമെന്നു തുടങ്ങി കാറുകളിൽ ഇന്ധന ടാങ്കുകൾ മുഴുവനായി നിറയ്ക്കരുത് എന്നിങ്ങനെ നിർദ്ദേശങ്ങൾ അടങ്ങിയ വാട്സപ്പ് സന്ദേശങ്ങളാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. സിവിൽ ഡിഫൻസ് എന്ന വകുപ്പിന്റെ പേരിലാണ് സന്ദേശം പ്രചരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ സിവിൽ ഡിഫൻസ് എന്ന പേരിൽ ഒരു വകുപ്പില്ല. കേരളത്തിലെ സിവിൽ ഡിഫൻസ് അഗ്നിരക്ഷാ സേനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സേനയാണ് ഉള്ളത്. ഔദ്യോഗിക അറിയിപ്പുകൾക്കും മുന്നറിയിപ്പുകൾക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഔദ്യോഗിക പേജുകളോ വെബ്സൈറ്റുകളോ മാത്രം സന്ദർശിക്കുക. കേരളത്തിൽ താപനില 54 ഡിഗ്രി ആകുമെന്ന പ്രവചനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല. അതുകൊണ്ട് ഇത്തരം വ്യാജ പ്രചാരണങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. അതുപോലെ തന്നെ സത്യമല്ലാത്തതും അറിവില്ലാത്തതുമായ വാർത്തകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാതെ ഇരിക്കാനും ശ്രദ്ധിക്കുക.